നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ചീരക്കറി വെക്കാൻ പോവാണ്. അതും പരിപ്പിടാതെ ചീര മാത്രം ഇട്ടിട്ട് ഒന്ന് മഴ പെയ്ത് തോർന്നപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് പറമ്പിൽ കാണുന്ന അവിടെ കാണുന്ന ഓരോ ഇലകൾ കുറച്ച് വലിച്ചുകൊണ്ട് വന്നു കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ കിട്ടിയതാട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ട്, നടക്കാൻ പറ്റില്ല, പറമ്പൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുകയാണ്. കിട്ടിയ ഇലകളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറേ ഇലകൾ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്താ ചേമ്പില, മൾബറിയുടെ ഇല, സാമ്പാർ ചീര, മുളകിൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, പ്രഷർ ചീര, അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടോ കേട്ടോ. ഞാനിവിടെ ചായാമൻസി ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇട്ടില്ല, കാരണം അതിൻ്റെ വേവ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, തണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് കുക്കാക്കിയാൽ മതി. അപ്പോഴത്തേന് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീര ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കാനും പാടില്ല. ചീര വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ. അരമുറി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട്. പിന്നെ 2 ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി വിട്ടുപോയി, ഒരു 4 മുളക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ഞാൻ ഒന്ന് അരച്ച് വന്ന ശേഷമാണ് പിന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തു. ഇതേനെ കണ്ടോ, ഒന്ന് അരച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴും ഓർത്തേക്കും പച്ചമുളക് ഇട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ഞാൻ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വന്നു കേട്ടോ. അതിനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചീരയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കണം. അരപ്പിട്ട ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം, എന്താ പറയുക, കറി കുറച്ച് ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി പോലെ കുറച്ച് തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലൊക്കെ മതിയാവും. പിന്നെ നമ്മളിനി തൈരൊക്കെ ഒഴിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നിർത്തിയേക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കി കൊടുക്കണേ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ടയൊക്കെ കളഞ്ഞ് വെച്ച് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിയും. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒഴിക്കണത്. എന്നിട്ട് ഒരു തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒന്ന് കാച്ചി ഒഴിക്കണം. ചൂടായി വന്ന പാനിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതുപോലെ 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടില്ല. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ ഇട്ടാൽ മതി കടുക് ഇടുന്ന സമയത്തെ. ഈ കാച്ചിയത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരക്കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് പിന്നെ തുറന്ന് നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.